ഹായ് ഗൈസ്. അങ്ങനെ റൂമിൽ പോസ്റ്റായിരുന്നപ്പോൾ തോന്നിയ ഐഡിയ ആണ് കേട്ടോ ബീച്ചിൽ പോകാമെന്ന്. ബൈക്കും സ്റ്റാർട്ടാക്കി നേരെ പുതുവൈപ്പ് ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. കൂടെ എൻ്റെ കസിൻ ബ്രദറും ഉണ്ട്. മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് പയ്യാണ് കേട്ടോ വണ്ടി നീങ്ങുന്നത്. ഓണായതുകൊണ്ട് റോഡ് സൈഡിൽ കുറേ പൂക്കച്ചവടക്കാരെ കണ്ടിട്ടോ. സ്റ്റേഡിയം എത്തുന്നതിന് തൊട്ട് മുന്നേ തൊട്ട് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. എനിക്ക് എറണാകുളത്ത് ഏറ്റവും പേടിയുള്ള ടീംസാണ് കേട്ടോ ഈ കാണുന്ന പച്ച ബസ്സുകാർ. അത് കഴിഞ്ഞ് വീണ്ടും ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് കുറച്ച് നല്ല കിടിലം ഫ്രെയിംസും നല്ല ഭംഗിയുള്ള ആകാശമാണ് കേട്ടോ. പെരുന്നാളിനൊക്കെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ കടയിൽ വെച്ചിരിക്കുന്നത് പോലെയാണ് കേട്ടോ ഈ കണ്ടെയ്നർ ലോറി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഫിഷ് മാർക്കറ്റ് കഴിഞ്ഞ് ബീച്ച് എത്താറായേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ആകാശം കാണാൻ, അല്ലേ? ലൈറ്റ് ഹൗസും കണ്ട് ബീച്ച് എത്തിയിട്ടോ. ബീച്ചിലേക്കാണ് വന്നതെങ്കിലും ഒരു ഓഫ് റോഡിന് പറ്റിയ റോഡും ഉണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കിടലിന് ആകാശം കാണും കേട്ടോ. അത് പുതുവൈപ്പിനൊരു പ്രത്യേകതയാണ്. ബീച്ചിലേക്ക് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ബീച്ചിലെത്തി. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കിടിലൻ ആകാശവും നല്ല കിടിലം ഫ്രെയിംസും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ ഈ ആകാശമൊക്കെ കാണാനായിട്ട്. പിന്നെ നോക്കിയപ്പോഴാണ് ചില്ലുഭരണിയിൽ ഉപ്പിലിട്ട ഐറ്റംസ് കണ്ടത്. പിന്നെ അങ്ങോട്ട് പോയി ആദ്യം ഞാനൊരു പേരയ്ക്ക പറഞ്ഞു കേട്ടോ. ഉപ്പിലിട്ടു എന്ന് പറയപ്പെടുന്നതല്ലാണ്ട് ഇതിൽ ഉപ്പിനെക്കുറിച്ച് ഒരിടത്തും പരാമർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാനൊരു സർബത്തൂടെ പറഞ്ഞ് സർബത്തും കുടിച്ച് കുറച്ച് നേരോടെ ഞങ്ങൾ ബീച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നൊരു ചായയും കുടിച്ച് ഞങ്ങൾ തിരിച്ചു പോയേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.